മാസമായിട്ട് കഴിക്കുകയായിരുന്നു. എന്നാലും ഒരു മാറ്റവും ഇല്ല. തൊട്ടടുത്തൊക്കെ സ്പ്രെഡ് ആയിട്ടുമുണ്ട്. 8 സൈക്കിൾസ് കീമോതെറാപ്പി കൊടുത്ത ശേഷവും ഇത് തൊട്ടടുത്തേക്കൊക്കെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇവിടുത്തെ മെഡിസിൻ എടുത്ത ശേഷം പെറ്റ് സ്കാൻ ചെയ്ത് നോക്കി, ഒരു കുഴപ്പവും കണ്ടില്ല. വെൽക്കം ടു പുനർജൻ ആയുർവേദ ഹോസ്പിറ്റൽ. നമ്മുടെ കൂടെ പേഷ്യന്റ് ബൈസ്റ്റാൻഡർ ഉണ്ട്. ഇവർ ഓൾറെഡി 2 ടൈംസ് ഇവിടുന്ന് മരുന്ന് കഴിച്ചതാണ്. പുനർജൻ ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് വരുന്നതിന് മുമ്പ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇവർക്ക്. ഇവിടുത്തെ മെഡിസിൻ കഴിച്ചതിന് ശേഷം നല്ല മാറ്റമുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. നമ്മുടെ കൂടെ ഇപ്പോൾ പേഷ്യന്റ് ഇല്ല, ഇവരുടെ ബൈസ്റ്റാൻഡർ ആണുള്ളത്. നമുക്ക് പേഷ്യന്റിനോട് സംസാരിക്കാൻ ഇവർ പറയുന്നുണ്ട്, നമുക്ക് ചോദിക്കാം. ഹലോ, നമസ്കാരം മാഡം. നമസ്കാരം. ഇത് എത്രാമത്തെ വിസിറ്റ് ആണ് മാഡം ഇവിടെ? ഇത് 5ാമത്തെ വിസിറ്റ് ആണ്. 5th വിസിറ്റ്. ഓക്കെ. പേഷ്യന്റ് പേരെന്താ? അഞ്ജനി, വി അഞ്ജനി. ഓക്കെ മാം. എത്ര വയസ്സുണ്ട് ഇപ്പോൾ മാമിന്? ഇപ്പൊ 68. നിങ്ങളുടെ സ്ഥലം എവിടെയാണെന്നൊന്ന് പറയാമോ? ഗുണ്ടൂര്. ഗുണ്ടൂർ അല്ലേ? ഓക്കെ. ഡോക്ടർ ആദ്യം എന്ത് ക്യാൻസർ ആണെന്നാണ് പറഞ്ഞത്? കൊളാഞ്ചിയോ കരിനോമോ ക്യാൻസർ. ഓക്കെ മാം. ഈ ക്യാൻസർ വന്ന സമയത്ത് എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടായിരുന്നില്ലേ? അതെങ്ങനെയായിരുന്നു ഒന്ന് പറയാമോ? മാമിന് ആ സമയത്ത് മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ഒന്നുമില്ല, ഒരു ലക്ഷണങ്ങളും കണ്ടിരുന്നില്ല. അമ്മയ്ക്ക് ഇതിനു മുമ്പ് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഓക്കെ. അലർജിക് ബ്രോങ്കൈറ്റിസിന് ഇൻഫ്ലമേഷൻ നെബുലൈസർ ചെയ്ത് ശരിയാകാത്തതുകൊണ്ട് ഇവാലുവേഷൻ സ്റ്റാർട്ടിംഗ് തൊട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് വീണ്ടും ഇപ്പൊ തുടങ്ങിയിരിക്കുകയാണ്. ഓക്കെ. ഹാർട്ട് തുടങ്ങി എല്ലാ അവയവങ്ങളുടെയും ഫംഗ്ഷൻ ഇപ്പൊ നോർമൽ ആയിരിക്കുകയാണ്. CT സ്കാനിൽ നോർമൽ ആയതുകൊണ്ട് വീണ്ടും ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോഴാണ് അവിചാരിതമായി ആ സ്ഥലത്തൊരു ക്യാൻസർ ഉണ്ടെന്ന് കണ്ടെത്തിയത്. ഓക്കെ. എത്ര മാസമായി ക്യാൻസർ തുടങ്ങിയിട്ട് പറയാമോ? കഴിഞ്ഞ വർഷം നവംബർ മാസം മുതലുണ്ട്. ഓക്കെ. ലാസ്റ്റ് ഇയർ നവംബർ തൊട്ടുണ്ടല്ലേ? ഓക്കെ. ഇവിടെ വരുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ മറ്റെന്തെങ്കിലും ട്രീറ്റ്മെന്റ് എടുത്തിരുന്നോ? കീമോ ചെയ്യുന്നുണ്ടായിരുന്നു. കീമോയോടൊപ്പം ഇമ്മ്യൂണോതെറാപ്പിയും ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഓക്കെ. കീമോ ഒരു 8 സൈക്കിളോളം കൊടുത്തിരുന്നു. അതായത് ഓക്കെ. ഒരു സൈക്കിളിന് 2 ഇഞ്ചക്ഷൻ വെച്ച് മൊത്തത്തിൽ 16 ഇഞ്ചക്ഷനോളം നമ്മൾ അതിന് കൊടുത്തിരുന്നു. ഓക്കെ. അതിനുശേഷം ഇമ്മ്യൂണോതെറാപ്പി ഒരു 4 സൈക്കിളോളം കൊടുത്തിരുന്നു. ഓക്കെ. ഈ കീമോയും ഇമ്മ്യൂണോതെറാപ്പിയും നടക്കുന്ന കൂട്ടത്തിലാണ് അവിടെ വന്ന് മെഡിസിൻസും കൂടി കൊടുത്തുകൊണ്ടിരുന്നത്. ഓക്കെ. ഒരു റെസ്പോൺസും ഉണ്ടായിരുന്നില്ല. ഓക്കെ. എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടായിരുന്നോ? അടുത്തടുത്ത ഭാഗങ്ങളിൽ ട്യൂമർ സ്പ്രെഡ് ആയിക്കൊണ്ടേയിരുന്നു. ആദ്യത്തെ ടെസ്റ്റിൽ തന്നെ സ്റ്റേജ് 4 ആയിരുന്നു. ഓക്കെ. അതിനുശേഷം 8 സൈക്കിൾ കീമോ കൊടുത്ത ശേഷവും തൊട്ടടുത്ത ഭാഗങ്ങളിലെല്ലാം മുഴകൾ കൂടുതൽ സ്പ്രെഡ് ആകാൻ ആരംഭിച്ചു. അതിനുശേഷം വിശദമായി അന്വേഷിക്കാമെന്ന് വിചാരിച്ചു നോക്കിയപ്പോൾ 2 ഹോസ്പിറ്റലുകൾ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. ഒന്ന് ബാംഗ്ലൂരില്, മറ്റൊന്ന് ഈ പുനർജൻ ഹോസ്പിറ്റൽ. അതിൽ ഹൈദരാബാദാണ് കൂടുതൽ അടുത്ത് എന്നുള്ളത് കൊണ്ടാണ് ഈ പുനർജൻ ഹോസ്പിറ്റലിലേക്ക് തന്നെ ഞങ്ങൾ വന്നത്. അതെന്റെ കസിനാണ്. ഓക്കെ. ഹോസ്പിറ്റല് അടുത്തായത് കൊണ്ടിട്ടാണോ ചൂസ് ചെയ്തത്, അല്ലെങ്കിൽ ഈ ഹോസ്പിറ്റലിനെ പറ്റിയുള്ള റിവ്യൂസ് എന്തെങ്കിലും കണ്ടിട്ടാണോ ഇവിടേക്ക് വരുന്നത് മാം? ഇല്ല, ഇത് ഞങ്ങൾക്ക് അടുത്തുള്ള ഹോസ്പിറ്റൽ എന്ന് കരുതിയാണ് വന്നത്. ആരുടെയും റിവ്യൂ ഒന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. അടുത്ത് തന്നെ ഉണ്ടാവണം ഹോസ്പിറ്റലിൽ എന്ന് കരുതിയാണ് ഇവിടെ തന്നെ വന്നത്, പേഷ്യന്റുമായിട്ട് വന്ന് മരുന്ന് വാങ്ങാനുള്ള എളുപ്പത്തിന്. ഓക്കെ മാം, നല്ല കാര്യം. പുനർജൻ ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് വന്നിട്ട് 5 months ആയില്ലേ? എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? അതിനെപ്പറ്റി പറയോ മാം? അവർക്ക് ഒരു തരത്തിലുള്ള മാറ്റവും ഉണ്ടായിരുന്നില്ല ഇതുവരെ. പക്ഷെ ഈ മരുന്ന് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇവിടെ വന്ന് മെഡിസിൻ എല്ലാം വാങ്ങി കഴിച്ചതിന് ശേഷം പെറ്റ് സ്കാൻ എടുത്തു നോക്കി ഒരു 3 മാസത്തിന് ശേഷം. അതിന്റെ റിസൾട്ട് വന്നപ്പോ ഒരു തരത്തിലുള്ള സ്പ്രെഡിംഗ് ഉണ്ടായിരുന്നില്ല. ട്യൂമർ എങ്ങനെ ഇരുന്നോ അങ്ങനെ തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത്. പക്ഷെ ഒട്ടും സ്പ്രെഡ് ആകുന്നില്ല. അതിന് ക്രമേണ കുറഞ്ഞു വരുമായിരിക്കും. മാം, ഇവിടെ ഫുഡിനെ പറ്റിയൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഡയറ്റീഷ്യൻ ഉണ്ട്. ഇവിടെ ഡയറ്റീഷ്യൻ അവൈലബിൾ ആയിട്ടുള്ള ടൈമിൽ നിങ്ങൾക്ക് ഫോണിൽ വിളിച്ച് ചോദിക്കാവുന്നതാണ്. അതേ ഡയറ്റ് ഫോളോ ചെയ്താൽ മതി മാം. ഓക്കെ. നെക്സ്റ്റ് ടൈം നിങ്ങൾ ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ക്യാമറയിലൂടെ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാം മാം ചേഞ്ചസിനെ പറ്റിയൊക്കെ. ഓക്കെ മാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.